കെ.എം. മാണിയുടെ രാജിയെക്കുറിച്ചുള്ള സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് എ റഹീം കൂടി പങ്കുചേരുകയാണ്. റഹീമിലേക്ക് പോവുകയാണ്. റഹീം, ഇപ്പോൾ വരുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹം കുറ്റവാളിയാണ് എന്ന്. ഇപ്പോഴും മുന്നണി കരുതുന്നില്ല, സർക്കാർ കരുതുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കെ.എം. മാണി പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ കുറ്റവാളി എന്ന് പറയാവുന്ന ഘട്ടത്തിലല്ല ആ കേസ് നിൽക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്ന വാദത്തിന് പോലും ഇപ്പോൾ പ്രസക്തിയില്ല. അദ്ദേഹത്തിനെതിരെ കേസ് തുടരാൻ വേണ്ട മെറ്റീരിയൽസ്, വസ്തുതകൾ ഉണ്ട് എന്നതു മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യം എത്രമാത്രമാണ്? ഒരു കേസിൽ ഒരാൾക്കെതിരെ കേസ് തുടരാൻ വേണ്ട മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിൽ ഒരാൾ മന്ത്രിയായി തുടരരുത് എന്ന ഒരു വാശി താങ്കൾക്കുണ്ടോ? തീർച്ചയായും. ഇത് സാർ, ഈ കേസിന്റെ തുടക്കം മുതൽ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, കോടതി വിധി വന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു വിജിലൻസ് കോടതി വിധി വന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. അത് കഴിഞ്ഞതിന് ശേഷം ജനവിധി വന്ന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ കോടതി വിധിയെ പരാമർശിച്ചു. അന്ന് വിജിലൻസ് കോടതിയുടെ വിധി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്ത് വിധി എന്നാണ് ചോദിച്ചത്. എന്ത് വിധി? ആ ഉമ്മൻചാണ്ടിയാണ് അതേ നാവ് കൊണ്ട് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അദമ്യമായ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് കെ.എം. മാണി രാജിവെച്ചുവെന്നും അദ്ദേഹം അത് സ്വീകരിച്ചുവെന്നും. എന്തുമാത്രം ഇരട്ടത്താപ്പാണ് ഉമ്മൻചാണ്ടി കാണിക്കുന്നത്. ഇതേ ഉമ്മൻചാണ്ടിയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് വിധി വളരെ പുച്ഛത്തോടു കൂടി ചോദിച്ചു. എന്ത് വിധി? പത്രക്കാരോട് ചോദിച്ചു. പല വിധിയും വരും, അതിലൊന്നും കാര്യമില്ല. ഇതൊക്കെ പലപ്പോഴും പറയുകയല്ലേ. അത് ഞങ്ങൾ നേരത്തെ കാണിച്ചു. അതെ, തുടർച്ചയായി കെ.എം. മാണിയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് യാതൊരു സംശയവും വേണ്ട. ഇന്നലെ ഈ വിധി വന്ന് എന്തിനാണ് ഇത്രയും മണിക്കൂറുകൾ കാത്തുനിന്നത്? കെ.എം. മാണിക്ക് നന്നായിട്ട് അറിയാം രാജിവെച്ചേ മതിയാകും, മറ്റു വഴിയില്ല. അതിനു മുമ്പായിട്ട് കെ.എം. മാണി പരമാവധി സേഫ് പൊസിഷനിലേക്ക് പോകുന്നതിനുള്ള കുറെ ഉറപ്പുകൾ UDF നേതൃത്വത്തിൽ നിന്നും ഉമ്മൻചാണ്ടിയിൽ നിന്നും വിശിഷ്യ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അതിന് KPC നേതൃത്വത്തെ പലരെയും ധരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ കെ.എം. മാണി എടുത്തത്. ഇത്രയും സമയത്തിനിടയിൽ കെ.എം. മാണി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ്, സാധാരണ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് എത്ര ആലോചിക്കാൻ, തീരുമാനമെടുക്കാൻ ഇപ്പോൾ ഒടുവിൽ തീരുമാനിച്ചത് ജോസഫിനെയും മാണിയും തീരുമാനിച്ചു. ഇത് തന്നെയാണ് രാവിലെയും അവർ ആലോചിച്ച് തീരുമാനിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന ഉപാധികൾ വെച്ച് എന്തെല്ലാം ഉപാധികളിലേക്ക് ഉമ്മൻചാണ്ടി എത്തിക്കാനാകും. അത്തരം ഉപാധികളിലേക്ക് കൃത്യമായി ലഭിച്ചിരിക്കുന്ന ഒരു ഉപാധി, അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ബോധ്യമായി. മാണി സ്വമേധയാ രാജിവെച്ചതാണ് എന്ന് പറയും എന്ന് ഉറപ്പാണ്. അതാണ് ഉമ്മൻചാണ്ടി ആ ഉറപ്പ് പാലിച്ചിരിക്കുന്നത്. മാണിക്ക് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. രണ്ടാമത്, മാണി അഴിമതിക്കാരനാണെന്ന് UDF ഞാനോ വിശ്വസിക്കുന്നില്ല, മാണി അഴിമതി ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി കൊടുക്കുന്നു. ഇതെല്ലാം എണ്ണി കഴിഞ്ഞ മണിക്കൂറുകളിൽ മാണി പറഞ്ഞിടത്തേക്ക് ഉമ്മൻചാണ്ടി എത്തിയതിൻ്റെ തെളിവാണ്. ഇനി ഒന്നുകൂടി ഉണ്ടാകും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ കേസിൽ വരുന്ന വളരെ തുച്ഛമായ UDF സർക്കാരിൻ്റെ സമയം കൊണ്ട് ഈ മാണിയെ ക്ലീൻ ചിറ്റ് വാങ്ങിക്കൊടുക്കുന്ന വിധമുള്ള ഒരു അഗ്നിശുദ്ധി വരുത്താനുള്ള എല്ലാ ഇടപെടലുകളും വിജിലൻസിനെ ഉപയോഗിച്ച്, ഈ സംവിധാനത്തെ ഉപയോഗിച്ച് ചെയ്യും. യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയോട് തെല്ലെങ്കിലും മതിപ്പുണ്ട് ഉമ്മൻചാണ്ടിക്ക് എങ്കിൽ, ധാർമ്മികത, കോടതി പറഞ്ഞതുപോലെ ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെച്ച് പോകാൻ തയ്യാറാകണം. ഈ ഗവൺമെന്റ് ഒരു നിമിഷം പോലും തുടരാൻ ഇനി അർഹതയില്ല. കാര്യം ഉമ്മൻചാണ്ടി പറയാണ് മാണി തെറ്റുകാരനല്ല എന്ന്. ആ മാണിയെക്കുറിച്ചാണ്, ഉമ്മൻചാണ്ടി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ മാണിയെക്കുറിച്ചാണ് തെറ്റുകാരനാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ കണ്ടെത്തി ഇനി വിജിലൻസ് അന്വേഷിക്കേണ്ടത്. ആ വൈരുദ്ധ്യം ഈ പരാമർശത്തിന്റെ പേരിൽ തന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാണ് റഹീം പറയുന്നത്. സുരേഷ് ബാബു, റഹീമിന്റെ ആഗ്രഹത്തിന് അദ്ദേഹത്തിന് വല്ല പ്രതീക്ഷയുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവിടെ റഹീം പറഞ്ഞ 1-2 കാര്യങ്ങൾ കൗണ്ടർ ചെയ്യേണ്ട ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളിയാഴ്ചയാണ് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്ത് വിധി എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. വെള്ളിയാഴ്ച ഒരു വിധി ഉണ്ടായിട്ടില്ല. റഹീം അത് മനസ്സിലാക്കേണ്ടത്. വെള്ളിയാഴ്ച ഒരു വിധിയും ഒരു കോടതിയിൽ ഉണ്ടായിട്ടില്ല. വിജിലൻസ് കോടതി വിധിയാണ്. അല്ലല്ല, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. വെള്ളിയാഴ്ചയാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച ഒരു ഒബ്സർവേഷൻ, ഒബിറ്റർ ഡിക്റ്റം എന്നാണ് നമ്മളൊക്കെ വക്കീലന്മാരെന്നുള്ള നിലയിൽ നമ്മളതിനെ സ്വീകരിക്കുന്നത്. ഒരു പാസിംഗ് ഒബ്സർവേഷനാണ് കോടതിയിൽ ഉണ്ടാക്കിയത്. അത് വിധിയാണ്. ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ചോദിച്ചത് എന്ത് വിധി. അങ്ങനെയാണ്. അതൊക്കെ പെട്ടെന്ന് ജനങ്ങൾ മറന്നുപോകുന്നത് കൊണ്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് പോകും. അങ്ങനെയല്ല അതിൻ്റെ സ്ഥിതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറയണ്ടല്ലോ. അതൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് സ്വാഭാവികമായും ഈ ടൈം ഗ്യാപ്പിനെ ന്യായീകരിച്ചെടുക്കാൻ എന്ന് പറഞ്ഞാൽ
ഇതിനെ ഈ ടൈം ഗ്യാപ്പിനെതിരായി ഉന്നയിക്കാവുന്ന നല്ല സൂത്രത്തോടു കൂടിയുള്ള ആക്ഷേപങ്ങളാണ്. അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറ്റാവുന്ന ഏറ്റവും നല്ല സമർത്ഥമായ ആരോപണം എന്നതിനെക്കുറിച്ച് അതിനെ പറഞ്ഞാൽ മതി. അതൊന്നും കേരളീയ പൊതുസമൂഹം വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ വിശ്വസിക്കേണ്ടി വരുമായിരുന്നല്ലോ, പല കാര്യങ്ങളൊക്കെ വിശ്വസിക്കേണ്ടി വരില്ല. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതിന് കേരളം വളരെയധികം തെളിവുകൾ ഇവിടെ നൽകുന്നുണ്ട്. ശരിയാണ് സുരേഷ് ബാബു. പക്ഷേ ആ ടൈം ഗ്യാപ്പിന് താങ്കൾ എന്ത് ന്യായീകരണമാണ് നൽകുന്നത്? ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്ന വസ്തുതയില്ല. ഞങ്ങളെ മുമ്പിൽ ഇതിനകത്ത് പരിശോധനകൾക്ക് ധാരാളം വിധേയമാക്കേണ്ടതുണ്ട്. ഞങ്ങൾ UDF-ന്റെ സംവിധാനവും LDF-ന്റെ സംവിധാനവും രണ്ടാണ്. അതിലുള്ളൊരു തീർച്ചയായിട്ടും LDF-ന്റെ സംവിധാനത്തെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്നലെ വിധി പകർപ്പ് കിട്ടുന്നു. KM മാണി ഇന്നലെ തന്നെ സ്വന്തം പാർട്ടിയോട് പറഞ്ഞു ഞാൻ രാജിവെക്കാം എന്ന് സന്നദ്ധത അറിയിച്ചു എന്ന് പറഞ്ഞു. അത് പ്രാവർത്തികമാക്കുന്നതിനിടയിൽ തീർച്ചയായും ഒരു വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു നേതാവ് രാജിവെച്ചിറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. പകരം ആരെ, എന്ത് ചുമതലകൾ ഏൽപ്പിക്കണം, പ്രധാന വകുപ്പുകൾ ഏത് തരത്തിൽ ആ പാർട്ടിക്കുള്ളിൽ പങ്കിടണം എന്നൊക്കെ ആലോചിക്കാൻ വേണ്ട ഒരു സമയമെടുക്കാം. ഇത്രയേറെ സമയം നേരത്തോടും നേരവും കഴിഞ്ഞ് പിന്നെ അരനേരവും കൂടി കഴിഞ്ഞിട്ടാണ് ഈ തീരുമാനം വന്നത്. ഈ ടൈം ഗ്യാപ്പ് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ന്യായീകരിക്കാവുന്നതാണോ? അല്ലേ, അങ്ങനെയല്ലത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, UDF സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. അതിനകത്ത് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് വിശദീകരണങ്ങൾ, ഒത്തിരി ആളുകളുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇന്നലെ കോടതി വിധി വന്നു, ഒരു കൂട്ടർക്ക് ഇന്നലത്തെ രാജിവെക്കണം എന്നുള്ള താല്പര്യം വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചോളണം പിടിക്കുന്നത് പാടില്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം പാടില്ലല്ലോ. കോൺഗ്രസിലെ ചില ആളുകൾ ആഗ്രഹിച്ചതു അത് ശരിയാണ്. അങ്ങനെ ആഗ്രഹിച്ചതായി മാധ്യമങ്ങളിലൂടെ വന്നു. മുഖ്യമന്ത്രി അത് പറഞ്ഞല്ലോ. അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനോടോ KPCC യോജിപ്പില്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഒന്നുകിൽ മുഖ്യമന്ത്രിയോട് പറയാം, MLA-മാരുടെ നേതാവ് എന്നുള്ള നിലയിൽ, അല്ലെ KPCC പ്രസിഡന്റിനോട് പറയാം. അതല്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് ഷെയർ ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയേണ്ടുന്ന അത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഈ പറഞ്ഞ റഹീമിനൊക്കെ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനോടും ഒരുപോലെ യോജിപ്പില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അവരൊന്നും പുറത്തു പറയില്ല. അത് പാർട്ടി നേതൃത്വത്തോടെ പറയുള്ളൂ, പാർട്ടി കമ്മിറ്റികളിലെ പറയുള്ളൂ. കോൺഗ്രസിനകത്ത് ഞങ്ങൾ ഇതൊക്കെ അനുവദിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. അതറിയാലോ, നമ്മളൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലം നിന്നതല്ലേ. അപ്പോൾ കോൺഗ്രസ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അന്തിമമായ ഒരു രാഷ്ട്രീയ തീരുമാനം വരുന്നത് വരെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന സമീപനത്തിന് സമയദൈർഘ്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിന് അദ്ദേഹം ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, KM മാണി കുറ്റക്കാരനല്ല എന്ന് കേരളം അതിലേക്ക് നമുക്ക് വരാം.